അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള എ4 അറബിക് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നത് എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇന്ന് 11/3/2025 ചൊവ്വാഴ്ച നടന്ന 7ാം ക്ലാസ്സിൻ്റെ അറബി ആനുവൽ എക്സാമിൻ്റെ ചോദ്യപേപ്പറാണ് ഇന്നത്തെ വീഡിയോ ടീച്ചർ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. പരീക്ഷ തുടങ്ങുന്ന സമയത്ത് മുകളിൽ കൊടുത്തിട്ടുള്ള നിർദ്ദേശങ്ങളൊക്കെ നന്നായി വായിച്ചതിന് ശേഷമായിരിക്കണം നിങ്ങൾ പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ട്. നമുക്കിതിലെ ഒന്നാമത്തെ ചോദ്യം നോക്കാം. നഖറഉൽ ഖിസ്സ വനുജീബു അനിൽ അസ്ഇലത്തി താലിയ. അതാണ് ഒന്നാമത്തെ ചോദ്യം വന്നിട്ടുള്ളത് അല്ലേ. അതായത് നഖറഉൽ ഖിസ്സ, നമുക്ക് ആ ഒരു കഥ വായിക്കാം. വനുജീബു അനിൽ അസ്ഇലത്തി താലിയ, എന്നിട്ട് താഴെ കൊടുത്തിട്ടുള്ളതായ ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുവാനാണ്. ദാത്ത് സ്വബാഹിൻ തോറ ഉസ്ഫൂറുൻ മിൻ ഉഷിഹി ജായൻ. ദാത്ത് സ്വബാഹിൻ, ഒരു ദിവസം രാവിലെ, തോറ ഉസ്ഫൂറൻ, കുരുവി പറന്നു, മിൻ ഉഷിഹി, അവൻ്റെ കൂട്ടിൽ നിന്നും പറന്നുപോയി, ജായാൻ, വിശപ്പുള്ളവനായിക്കൊണ്ട് വിശന്നുകൊണ്ട് തൻ്റെ കൂട്ടിൽ നിന്നും കുരുവി പറന്നുപോയി. ബദഅ യബ്ഹസു തആമ, എന്നിട്ട് ഭക്ഷണം അന്വേഷിക്കുവാൻ തുടങ്ങി. ബദഅ യബ്ഹസു തആമ, ഭക്ഷണം അന്വേഷിക്കുവാൻ തുടങ്ങി. വതോറ ബഈദൻ, അങ്ങനെ ദൂരേക്ക് അകലേക്ക് പറന്നുപോയി എന്നാണ്. ഫറഅ ബബഅൻ ഫീ ഖഫസിൻ ജമീലിൻ, അങ്ങനെ ആ സമയത്ത് ഫറഅ, ഈ കുരുവി കണ്ടു, ബബഅൻ, ഒരു തത്തയെ കണ്ടു, ഫീ ഖഫസിൻ ജമീലിൻ, നല്ല ഭംഗിയുള്ളൊരു കൂട്ടിൽ അടക്കപ്പെട്ടിട്ടുള്ളതായ ഒരു തത്തയെ കണ്ടു. ലദീഹ, ആ തത്തയുടെ അടുത്തുണ്ടായിരുന്നു തആമുൻ വശറാബുൻ, അതിന് കുടിക്കുവാനുള്ള വെള്ളവും അതുപോലെ തന്നെ കഴിക്കുവാനുള്ള ഭക്ഷണവുമെല്ലാം അതിൻ്റെ അടുത്തുണ്ടായിരുന്നു. കസീറുൻ, ധാരാളമായിക്കൊണ്ട് എന്നാണ്. ഖാലൽ ഉസ്ഫൂറു, അങ്ങനെ അത് കണ്ട സമയത്ത് ആ കുരുവി പറയാണ്, മാ അജ്മൽ ഹയാത്തിക്, നിൻ്റെ ജീവിതം എത്ര മനോഹരമാണ്, എത്ര ഭംഗിയുള്ളതാണ് നിൻ്റെ ജീവിതം. ലദൈകി തആമുൻ കസീറുൻ, നിൻ്റെ അടുക്കൽ ധാരാളം ഭക്ഷണമുണ്ട്. തഅകുലീന, നീ അത് തിന്നുന്നു. വതശ്റബീന, നീ അത് കുടിക്കുകയും ചെയ്യുന്നു. റഅദൻ, സുഭിക്ഷമായിക്കൊണ്ട്, നന്നായി നിനക്ക് ഭക്ഷണവും അതുപോലെ തന്നെ കുടിക്കുവാനുള്ള വെള്ളവും ഒക്കെ ലഭിക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് നിൻ്റെ ജീവിതം എത്ര മനോഹരമാണ് എന്ന് കുരുവി തത്തയോട് പറയാണ് ചെയ്യുന്നത്. ഇത് കേട്ട സമയത്ത് കാലത്തിൽ ബബഅ ബിഹുസ്നിൻ, ദുഃഖത്തോട് കൂടിയിട്ട് തത്ത ഇങ്ങനെ പറഞ്ഞു എന്നാണ്. ലദയ്യ തആമുൻ കസീറുൻ, എൻ്റെ അടുത്ത് ധാരാളം ഭക്ഷണമുണ്ട്. വലാക്കിൻ, പക്ഷേ അന സജീനുൻ, ഞാൻ ആരാണ്? സജീനാണ്, തടങ്കലിൽ അടക്കപ്പെട്ടവനാണ്, അല്ലെങ്കിൽ കൂട്ടിലടക്കപ്പെട്ടവനാണ് എന്നാണ്. ലാ അസ്തതിഉ, എനിക്ക് സാധിക്കുന്നില്ല. അൻ അതീറു മിസ്ലക, നിന്നെപ്പോലെ പറന്നു നടക്കുവാൻ എനിക്ക് സാധിക്കുന്നില്ല. അൽ ഹുരിയതു ഹിയ സആദ, സ്വാതന്ത്ര്യം എന്നുള്ളതാകുന്നു സൗഭാഗ്യം, അതാണ് സൗഭാഗ്യം എന്നാണ് ആ ഒരു തത്ത പറയുന്നത് കേട്ടോ. ലി അൻ അജൂഅ വ അന ഹുറുൻ അഹബ്ബു ഇലയ്യ മിൻ അൻ അഷ്ബഅ വ അന സജീനുൻ. എന്നിട്ട് തത്ത പറയാണ്, ലി അൻ അജൂഅ, ഞാൻ വിശപ്പുള്ളവനായിത്തീരുന്നതാണ്. വ അന ഹുറുൻ, സ്വതന്ത്രനായിക്കൊണ്ട് വിശക്കുന്നവനായിത്തീരുന്നതാണ്. അഹബ്ബു ഇലയ്യ, എന്നിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ളത്. മിൻ അൻ അഷ്ബഅ, എൻ്റെ വയറ് നിറഞ്ഞിരിക്കുന്നതിനേക്കാളും. വ അന സജീനുൻ, ഞാൻ തടവിൽ വെക്കപ്പെട്ടവനായിക്കൊണ്ട്, അഥവാ തടവിൽ നിന്നുകൊണ്ട് വയറ് നിറഞ്ഞു നിൽക്കുന്നതിനേക്കാളും എനിക്കിഷ്ടം സ്വതന്ത്രനായിക്കൊണ്ട് വിശന്ന് നിൽക്കുന്നതാണ് എന്നാണ് തത്ത പറയുന്ന ആ ഒരു മറുപടി കേട്ടോ. അപ്പോൾ ഈ ഒരു കഥയെ ബേസ് ചെയ്തുകൊണ്ടാണ് താഴെ കൊടുത്തിട്ടുള്ള ചോദ്യങ്ങൾക്ക് നിങ്ങൾ ആൻസർ ചെയ്യേണ്ടത്. നമുക്കതിലെ ഒന്നാമത്തെ ചോദ്യം നോക്കാം. ലിമ ഖറജൽ ഉസ്ഫൂറു മിൻ ഉഷിഹി, എന്തിനു വേണ്ടിയിട്ടാണ് ആ കുരുവി തൻ്റെ കൂട്ടിൽ നിന്നും പുറപ്പെട്ടത് എന്നാണ്. എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ഓപ്ഷൻസ് നോക്കൂ. തൊലബല്ലി സ്വദീഖിഹി, തൻ്റെ കൂട്ടുകാരനെ അന്വേഷിച്ചുകൊണ്ട്. തൊലബല്ലി തആമിഹി, അവന് ഭക്ഷണം അന്വേഷിച്ചുകൊണ്ട്. തൊലബല്ലി ഉമ്മിഹി, തൻ്റെ ഉമ്മയെ അന്വേഷിച്ചുകൊണ്ട് എന്നാണ്. ഏതാണ് ഇവിടെ ശരി ഉത്തരം? രണ്ടാമത്തേതാണ് അല്ലെ. തൊലബല്ലി തആമിഹി, ഭക്ഷണം അന്വേഷിച്ചുകൊണ്ട് എന്നുള്ളതാണ് അവിടെ ശരി ഉത്തരമായിട്ട് വരുന്നത്. ഇനി രണ്ടാമത്തെ ചോദ്യം നോക്കൂ. മാദാ റഅൽ ഉസ്ഫൂർ ഫിൽ ഖഫസി, എന്താണ് കുരുവി കൂട്ടിൽ കണ്ടത് എന്നാണ്. നോക്കൂ. ഹമാമത്തൻ, ഒരു പ്രാവിനെയാണ് കണ്ടത്. ഉസ്ഫൂറൻ, ഒരു കുരുവിയാണ് കണ്ടത്. ബബഅൻ, ഒരു തത്തയാണ് കണ്ടത്. ഏതാണ് ശരി ഉത്തരമായിട്ട് വരുന്നത്? ഓപ്ഷൻ ജി ആണ് അല്ലേ. ബബഅ എന്നുള്ളതാണ് അവിടെ ശരി ഉത്തരമായിട്ട് വരുന്നത്. ഇനി മൂന്നാമത്തെ ചോദ്യം നോക്കൂ. മാ ഹിയ സആദ ഫീ നളിരിൽ ബബഅ,
തത്തയുടെ വീക്ഷണത്തിലെ എന്താണ് സൗഭാഗ്യം എന്ന് പറയുന്നത് എന്നാണ്. ഓപ്ഷൻസ് നോക്കൂ. ഭക്ഷണം, അൽഹുരിയ സ്വാതന്ത്ര്യം, അസ്വിജന് ജയിൽ അല്ലെങ്കിൽ തടവ്. ഏതാണ് അവിടെ ശരിയുത്തരമായിട്ട് വരുന്നത്? ബ ആണ്. അൽഹുരിയ അല്ലെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നതാണ് സൗഭാഗ്യം എന്നാണ് തത്ത പറയുന്നത്. അപ്പോൾ അവിടെ ബ ആണ് ശരിയുത്തരമായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം നോക്കൂ. മിൻ ഐന തോറൽ ഒസ്ഫൂറോ, എവിടെ നിന്നാണ് കുരുവി പറന്നത് എന്നാണ്. ഓപ്ഷൻസ് നോക്കൂ. മിനൽ ഒഷി, ഒഷി എന്ന് പറഞ്ഞാൽ കിളിക്കൂടാണ് അല്ലേ. മിനൽ ഒഷി കിളിക്കൂട്ടിൽ നിന്നും. മിനൽ കഫസി, കഫസി എന്ന് പറഞ്ഞാൽ പക്ഷികളൊക്കെ ഇടുന്ന കൂടുണ്ടല്ലോ, അതിനാണ് കഫസ് എന്ന് പറയുന്നത്. മിന ഷജറത്തി, മരത്തിൽ നിന്നും എന്നാണ്. ഏതാണ് അവിടെ ശരിയുത്തരമായിട്ട് വരുന്നത്? മിനൽ ഒഷി എന്നുള്ളതാണ് ശരിയുത്തരമായിട്ട് വരുന്നത് കേട്ടോ. ഇനി അഞ്ചാമത്തെ ചോദ്യം. ഉക്തുബ് ഉൻവാനൻ മുനാസിബൻ ലിഹാദിഹിൽ ഖിസ്സ, ഈ ഒരു കഥയ്ക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു തലക്കെട്ട് കൊടുക്കുവാനാണ്, ഒരു ഹെഡിങ് കൊടുക്കുവാനാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള തലക്കെട്ട് അതിന് കൊടുക്കാവുന്നതാണ്. ഈ ഒരു കഥയോട് യോജിച്ച് വരുന്ന രൂപത്തിലായിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ടീച്ചറോട് കൊടുക്കുന്നത് അൽഹുരിയ എന്നാണ്, സ്വാതന്ത്ര്യം എന്നാണ്. അല്ലെങ്കിൽ നമുക്ക് അൽഹുരിയത്തു ഹിയ സആദ, സ്വാതന്ത്ര്യം എന്ന് പറയുന്നതാണ് സന്തോഷം അല്ലെങ്കിൽ സൗഭാഗ്യം എന്നുള്ള ഹെഡിങ് കൊടുക്കാം. അല്ലെങ്കിൽ അൽ ഉസ്ഫൂർ വൽ ബബ്ആ അല്ലെ, കുരുവിയും തത്തയും എന്നൊക്കെ നിങ്ങൾക്കതിന് തലക്കെട്ട് കൊടുക്കാവുന്നതാണ്. രണ്ടാമത്തെ ചോദ്യം നോക്കൂ. നെക്തുബുൽ മുഫക്കിറ, അതായത് നമുക്ക് ഡയറി എഴുതാമെന്നാണ് കേട്ടോ. നബിയിൽ വലതുൻ, നബിയിലൊരു കുട്ടിയാണ്. യുഹിബുൽ ഹയവാനാതി വത്തുയൂറ, അവൻ പക്ഷികളെയും മൃഗങ്ങളെയും എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ട്. യൗമൻ, അങ്ങനെ ഒരു ദിവസം. ഖറജ മഅ വാലിദിഹി, അവൻ അവൻ്റെ പിതാവിനോടൊപ്പം അവൻ്റെ ഉപ്പയോടൊപ്പം പുറപ്പെട്ടു. ലി സിയാറത്തി ഹദീഖത്തിൽ ഹയവാനാത്ത്, മൃഗശാല സന്ദർശിക്കുന്നതിന് വേണ്ടിയിട്ട്. ഹദീഖത്തുൽ ഹയവാനാത്ത് എന്ന് പറഞ്ഞാൽ സൂ ആണ് കേട്ടോ. മൃഗശാല സന്ദർശിക്കാൻ വേണ്ടിയിട്ട് തൻ്റെ പിതാവിനോട് കൂടെ പുറപ്പെട്ടു. റഅ ഫീഹ, അവൻ അതിൽ കണ്ടു. മുഖ്തലിഫൽ ഹയവാനാത്തി, വ്യത്യസ്ത മൃഗങ്ങളെ അവൻ കണ്ടു. മിസ്ലൽ അസ്വദി, സിംഹത്തെ പോലെയുള്ളതായ. വന്യമിരി, അതുപോലെ തന്നെ കടുവയെ പോലെയുള്ള. വൽഫീലി, ആന. വസ്സറാഫത്തി, ജിറാഫ്. വൽഖിർദി, കുരങ്ങൻ, ഇതുപോലെയുള്ള മൃഗങ്ങളെയൊക്കെ അവൻ കണ്ടു. വതുയൂറൻ മുതനവ്വിഅത്തൻ, അതുപോലെ തന്നെ വ്യത്യസ്ത പക്ഷികളെയും അവൻ കണ്ടിട്ടുണ്ടായിരുന്നു. മിസ്ലത്തോ ഊസി, മയിലിനെ പോലെ. വന്ന ആമത്തി, ഒട്ടകപ്പക്ഷിയെ പോലെ. വൽഹമാമത്തി, പ്രാവ്. വൽബബ്ആ, തത്ത, ഈ രൂപത്തിലുള്ള വ്യത്യസ്ത പക്ഷികളെയും എല്ലാം അവൻ കണ്ടിട്ടുണ്ടായിരുന്നു എന്നാണ്. വഫി തിൽക്കൽ ലൈലത്തി, അങ്ങനെ ആ ഒരു രാത്രിയിൽ. അറാദ് നബീൽ ഉദ്ദേശിച്ചു. അൻ എക്തുബ മുഫക്കിറത്തൻ, അവൻ്റെ ആ ഒരു ഡയറി എഴുതുവാൻ വേണ്ടിയിട്ട് അവൻ ഉദ്ദേശിച്ചു എന്നാണ്. ഹയ്യാനുസാഇദുഹു, നമുക്ക് അവനെ സഹായിക്കാമെന്നാണ് കേട്ടോ. അപ്പോൾ നബീൽ മൃഗശാല സന്ദർശിച്ചതിൻ്റെ അന്ന് എഴുതുന്ന ഒരു ഡയറിയാണ് നമ്മളവിടെ എഴുതേണ്ടത്. യൗമുസ് സബത്ത് അല്ലെ, ഡയറി ആകുമ്പോൾ നമുക്കറിയാം ആദ്യം നമ്മൾ ആ ഒരു ഡേറ്റ് അവിടെ കൊടുക്കണം. അപ്പോൾ യൗമുസ് സബത്ത് ശനിയാഴ്ചയാണ്. പിന്നെ അവിടെ ഒരു ഡേറ്റ് കൊടുത്തിട്ടുണ്ട്, 20/1/2025 എന്ന ഡേറ്റ് കൊടുത്തിട്ടുണ്ട്. ഇനി നബീൽ എങ്ങനെയാണ് അവൻ്റെ ഡയറി തുടങ്ങുന്നത് എന്ന് നോക്കൂ. അലിയവും അനമസ്രൂറിൻ ചിന്തൻ, ഞാനിന്ന് വളരെയധികം സന്തോഷവാനാണ്. കാരണം എന്താണ്? ഖറജ്തു മഅ വാലിദി, ഞാൻ എൻ്റെ ഉപ്പയോടൊപ്പം പോയി, ഞാൻ എൻ്റെ ഉപ്പയോടൊപ്പം പുറപ്പെട്ടു. എങ്ങോട്ടാണ് പോയത്? ലി സിയാറത്തി ഹദീഖത്തിൽ ഹയവാനാത്ത്, ലിസിയാറത്തി ഹദീഖത്തിൽ ഹയവാനാത്ത്. പിന്നെ എന്ത് ചെയ്താൽ നമുക്ക്? റഅയ്തു ഫീഹ മുഖ്തലിഫൽ ഹയവാനാത്തി മിസ്ലൽ അസദി വന്യമീരി വൽഫീലി വസ്സറാഫത്തി വൽഖിർദി. വറഅയ്തു ഐലൻ തുയൂറൻ മുതനവ്വിഅത്തൻ മിസ്ലത്തൂസി വന്നആമത്തി വൽഹമാമത്തി വൽബബ്ആഇ. നമുക്ക് വേണമെങ്കിൽ ഇത്രയും കൂടെ എഴുതാം. അത്തമന്ന അൻ നസൂറൽ ഹദീഖത മർറത്തൻ ഉഖ്റ ഖരീബൻ, അതായത് അടുത്ത് തന്നെ വീണ്ടും ആ ഒരു മൃഗശാല സന്ദർശിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്നാണ് കേട്ടോ. ഈ അടുത്ത ചോദ്യം നോക്കൂ. നഖ്താറു മിനൽ ഫിക്റത്തി താലിയ അൽ മുലാഫ വൽ മുലാഫൻ ഇലേഹി വനക്തുബു കെമാ ഫിൽ മിസാലി. താഴെ കൊടുത്തിട്ടുള്ളതായ ഒരു പാരഗ്രാഫിൽ നിന്നും മുലാഫിനെയും മുലാഫിൻ ഇലേഹിയെയും തിരഞ്ഞെടുക്കുവാനാണ്. എന്നിട്ട് അവിടെ ഉദാഹരണത്തിൽ കൊടുത്തിട്ടുള്ളത് പോലെ നിങ്ങൾ എഴുതുവാനാണ് കേട്ടോ. അതായത് 2 ബോക്സിലായിക്കൊണ്ട് മുലാഫ് മുലാഫിൻ ഇലേഹി ഇതിനെ വേർതിരിച്ചെഴുതുവാനാണ് ചോദ്യം വന്നിട്ടുള്ളത്. വഫി തിൽക്കൽ ലൈലത്തി റഅ നബീലുൻ ഫിൽ മനാമി ഹദീഖത ഹയവാനാത്തി,
അതായത് നബിയിൽ മൃഗശാല സന്ദർശിച്ചു എന്ന് നമ്മൾ പറഞ്ഞല്ലോ. അങ്ങനെ ആ ഒരു രാത്രിയിൽ വഫീത്തിൽ കല്ലയിലെത്തി ആ ഒരു രാത്രിയിൽ നബിയിൽ കണ്ടു ഫിൽ മനാമി അവൻ്റെ ഉറക്കത്തിൽ അവൻ്റെ ഒരു സ്വപ്നത്തിൽ അവൻ കണ്ടു ഹദീഖത്ത് ഹയവാനാത്തിൻ ആ ഒരു മൃഗശാല അവൻ ഉറക്കത്തിൽ കണ്ടു എന്നാണ്. അങ്ങനെ തഅജ്ജബ നബിയിലും മിൻ റുഅയതി ലിബദിൽ അസദി വഖുർതൂമിൽ ഫീലി വഉനുഖു സറാഫതി വരീഷി തൗസി വസാഖിൻ ആമത്തി വൈരിഹ. അങ്ങനെ തഅജ്ജബ നബിയിലും, തഅജ്ജബ എന്ന് പറഞ്ഞാൽ അത്ഭുതപ്പെട്ടു എന്നാണ് കേട്ടോ. നബിയിലെ അത്ഭുതപ്പെട്ടു മിൻ റുഅയതി ആ ഒരു കാഴ്ചയിൽ. എന്ത് കാഴ്ചയിലാണ്? ലിബദിൽ അസദി. ലിബദ് എന്ന് പറഞ്ഞാൽ സിംഹത്തിൻ്റെ ആ ഒരു സടയുണ്ടല്ലോ, സിംഹത്തിൻ്റെ തലയിലും അതുപോലെ മുഖത്തൊക്കെ കാണുന്ന ആ ഒരു മുടി രോമങ്ങളൊക്കെ ഇല്ല, അതിനാണ് നമ്മൾ ലിബദ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു സിംഹത്തിൻ്റെ സട അത് കണ്ടിട്ട് അവന് അത്ഭുതം തോന്നി. അതുപോലെ തന്നെ വഖുർതൂമിൽ ഫീലി ആനയുടെ തുമ്പിക്കൈ കണ്ട് അവൻ അത്ഭുതപ്പെട്ടു. വഉനുഖു സറാഫത്തി അതുപോലെ തന്നെ ജിറാഫിൻ്റെ കഴുത്ത്. വരീഷി തൗസി മയിലിൻ്റെ ആ ഒരു പീലി, മയിൽ പീലി ആ ഒരു തൂവല്. വസാഖിൻ ആമത്തി അതുപോലെ തന്നെ ഒട്ടക പക്ഷിയുടെ ആ ഒരു കാലുകൾ, അതിൻ്റെ ആ ഒരു കാലുകളൊക്കെ കണ്ടിട്ട് അവന് അത്ഭുതം തോന്നി എന്നാണ്. വൈരിഹ അതല്ലാത്ത അവൻ അവിടെ കണ്ട കാഴ്ചകളൊക്കെ അവനിങ്ങനെ ഉറക്കത്തിൽ കാണുകയാണല്ലേ. അപ്പോൾ അത് കണ്ട സമയത്ത് ഈ ഒരു കാഴ്ചകളൊക്കെ അവനെ അത്ഭുതപ്പെടുത്തി എന്നാണ്. അപ്പോൾ ആ ഒരു പാരഗ്രാഫിൽ നിന്ന് നിങ്ങൾ മുലാഫും മുലാഫിൻ ഇലേഹിയാണ് വേർതിരിക്കേണ്ടത്. അപ്പോൾ അവിടെ ഒരു ഉദാഹരണം കൊടുത്തിട്ടുണ്ട്. ലിബദ് എന്നുള്ളത് മുലാഫും അതുപോലെ തന്നെ അൽ അസദി എന്നുള്ളത് മുലാഫിൻ ഇലേഹിയുമാണ് അല്ലേ. ലിബദുൽ അസദി എന്ന് പറഞ്ഞാൽ എന്താണ്? സിംഹത്തിൻ്റെ സട എന്നാണ്. അപ്പോൾ അവിടെ സിംഹം എന്നുള്ളതാണ് അവിടെ മുലാഫിൻ ഇലൈഹി ആയിട്ട് വരുന്നത്. ആ ഒരു സട അല്ല ആ ഒരു ലിബദ് എന്നുള്ളതാണ് അവിടെ മുലാഫായിട്ട് വരുന്നത്. അപ്പോൾ ബാക്കിയുള്ളത് ഇതുപോലെ നിങ്ങൾ കണ്ടുപിടിച്ച് എഴുതുക. അടുത്തത് ഏതാണ് വരുന്നത് എന്ന് നോക്കൂ. ഹുർത്തൂമുൽ ഫീലി എന്നുള്ളതിൽ ഹുർത്തൂം എന്ന് പറയുന്നത് മുലാഫാണ്. അൽ ഫീലി എന്ന് പറയുന്നത് അവിടെ മുലാഫുൻ ഇലേഹിയാണ്. പിന്നെ ഉനുഖ് സറാഫത്തി അതിൽ ഉനുഖ് എന്ന് പറയുന്നത് മുലാഫും സറാഫത്ത് എന്ന് പറയുന്നത് മുലാഫുൻ ഇലേഹിയുമാണ്. അതുപോലെ തന്നെ രീഷ് എന്ന് പറയുന്നത് മുലാഫാണ്. തോഊസ് എന്ന് പറയുന്നത് മുലാഫുൻ ഇലേഹിയാണ്. സാഖ് എന്നുള്ളത് മുലാഫാണ്. നആമത്ത് എന്നുള്ളതാണ് അവിടെ മുലാഫുൻ ഇലേഹി ആയിട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയും കൂടെയാണ് അതിൽ വരുന്ന മുലാഫും മുലാഫുൻ ഇലേഹി. മുലാഫുൻ ഇലേഹി എന്താണ് എന്നൊക്കെ നമ്മളൊരു പാഠഭാഗം എടുത്ത സമയത്ത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും അത് കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ടാവുമെന്നാണ് വിചാരിക്കുന്നത്. അടുത്ത ചോദ്യം നോക്കാം ഇനി നമുക്ക്. നുലാഹിദുൽ കെലിമാത്തി വനുക്കമ്മിലു കമാഫിൽ മിസാലി താഴെ കൊടുത്ത പദങ്ങൾ നോക്കിയിട്ട് ഉദാഹരണത്തിൽ കൊടുത്തതുപോലെ പൂർത്തിയാക്കുവാനാണ്. അപ്പോൾ ഒരു പദങ്ങളുടെ ജംഅുകളാണ് നിങ്ങൾ അവിടെ എഴുതേണ്ടത്. ചില പദങ്ങളുടെ ജംഅ് തന്നിട്ടുണ്ട്, അതിൻ്റെ മുഫ്രദുമാണ് നിങ്ങൾ, അതിൻ്റെ ആ ഒരു ഏകവചനവുമാണ് നിങ്ങൾ അവിടെ എഴുതേണ്ടത്. അപ്പോൾ അവിടെ കൊടുത്ത ഉദാഹരണം നോക്കൂ. ഹാജത്ത് എന്നതിൻ്റെ ജംഅാണ് ഹവായിജ് എന്ന് പറയുന്നത്. ഹാജത്ത് എന്ന് പറഞ്ഞാൽ ആവശ്യം എന്നാണ്, ഹവായിജ് ആവശ്യങ്ങൾ. ഇനി ഷഅബ് എന്നവിടെ കൊടുത്തിട്ടുണ്ട്. ഷാബ് എന്ന് പറഞ്ഞാൽ ജനവിഭാഗം എന്നാണല്ലോ, അതിൻ്റെ ജം എന്താണ് പറയുന്നത്? ഷുഊബ് എന്നാണ്. ഷാബും ജം ഷുഊബ് എന്നാണ് നിങ്ങൾ അവിടെ എഴുതേണ്ടത്. പിന്നെ അയ്യാദുൻ എന്നവിടെ ജം കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ മുഫ്രദ് വരുന്നത് അയീദുൻ എന്നാണ്. അയീദുൻ എന്നതിൻ്റെ ജം ആണ് അയ്യാദ് എന്ന് പറയുന്നത്, ആഘോഷം എന്നാണ് അർത്ഥം. ഇനി ഖബായിൽ എന്ന് ജം അവിടെ കൊടുത്തിട്ടുണ്ട്. കബീലത്തുൻ എന്നതിൻ്റെ ജം ആണ് ഖബായിൽ എന്ന് പറയുന്നത്, ഗോത്രങ്ങൾ എന്നാണ് ഖബായിൽ എന്ന് പറഞ്ഞാൽ. അതുപോലെ തന്നെ സിലാഹ് ആയുധം എന്നവിടെ കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ ജം വരുന്നത് അസ്ലിഹത്തുൻ എന്നാണ്. സിലാഹുൻ ജം അസ്ലിഹത്തുൻ എന്നാണ് വരുന്നത്. അതുപോലെ തന്നെ കെബീറിൻ എന്ന് കൊടുത്തിട്ടുണ്ട്. കെബീറിൻ എന്നതിൻ്റെ ജം വരുന്നത് കിബാർ എന്നാണ്. കെബീർ എന്നതിൻ്റെ ജം വരുന്നത് കേട്ടോ. കെബീറിൻ ജം കിബാർ എന്നാണ്. കെബീർ എന്ന് പറഞ്ഞാൽ വലിയത് എന്നാണ് അർത്ഥം. ഇനി അതിൽ തന്നെ രണ്ടാമത്തെ ചോദ്യമായിട്ട് വന്നിട്ടുള്ളതാണ്, ബ ആയിട്ട് വന്നിട്ടുള്ളതാണ്. നുക്കമ്മിലു നമുക്ക് പൂർത്തിയാക്കാം ബിസ്തിആനത്തിൽ കെലിമാത്തി ഫിദ്ദാഇറത്തി ആ ഒരു വൃത്തത്തിനുള്ളിൽ കൊടുത്തിട്ടുള്ളതായ പദങ്ങളുടെ സഹായത്തോട് കൂടിയിട്ട് ആ ഒരു പട്ടിക പൂർത്തിയാക്കുവാനാണ് കെമാഫിൽ മിസാലി ഉദാഹരണത്തിൽ കൊടുത്തിട്ടുള്ളത് പോലെ എന്നാണ് കേട്ടോ. അപ്പോൾ അവിടെ കുറച്ച് ലൊമീറുകളാണ് കൊടുത്തിട്ടുള്ളത്. ഹിയ, അൻത, അന, നെഹ്നു, അൻതും, ഹുവ. ഈ ലൊമീറുകൾ നമ്മൾ ഫിഅൽ മുലാരിയിലേക്ക് ചേർന്ന് വരുന്ന സമയത്ത്
ലാസ്റ്റ് എങ്ങനെയാണ് ആ ഒരു ഫിഅല് മുലാരി വരുന്നത്, അതാണ് നിങ്ങളൊരു വൃത്തത്തിനുള്ളിൽ നിന്ന് തിരഞ്ഞെടുത്ത് എഴുതേണ്ടത്. അപ്പോൾ നമുക്ക് അവിടെ ഒരു വൃത്തത്തിനുള്ളിൽ കൊടുത്തിട്ടുള്ളതായ പദങ്ങളുടെ അർത്ഥം നോക്കാം ആദ്യം. തിക്തുബു എന്ന് പറഞ്ഞാൽ നീ എഴുതുന്നു എന്നാണ്. അത്തുബഹു ഞാൻ പാകം ചെയ്യുന്നു, ഞാൻ പാചകം ചെയ്യുന്നു, കുക്ക് ചെയ്യുന്നു എന്നാണ്. തസ്റഊന നിങ്ങൾ കൃഷി ചെയ്യുന്നു. നെറൂഹു ഞങ്ങൾ പോകുന്നു. തസ്ബഹു അവൾ നീന്തുന്നു. എൽ അബു അവൻ കളിക്കുന്നു എന്നാണ്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് അർത്ഥം മനസ്സിലാക്കി കഴിഞ്ഞാൽ എളുപ്പത്തിൽ അത് ആൻസർ ചെയ്യാൻ പറ്റും. നോക്കൂ, ഹിയ അവൾ എന്നാണ് ആദ്യത്തെ ലൊമീർ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അവിടെ തസ്ബഹു എന്നാണ് അവിടെ ഉദാഹരണം കൊടുത്തിട്ടുള്ളത് അല്ലേ, അവൾ നീന്തുന്നു എന്നാണ്. ഇനി അൻതയാകുന്ന സമയത്ത് നമുക്ക് തിക്തുബു എന്നാണ് അവിടെ ഉത്തരമായിട്ട് വരുന്നത് കേട്ടോ. അവിടെയും താ തന്നെയാണ് വരുന്നത്, പക്ഷെ നിങ്ങൾ അർത്ഥത്തിൻ്റെ വ്യത്യാസം മനസ്സിലാക്കാണ് വേണ്ടത്. പിന്നെ അന എന്ന് പറയുമ്പം അതിനോട് യോജിച്ച് വരുന്നത് ഏതായിരിക്കും? അന അത്തുബഹു എന്നാണ് അല്ലേ, ഞാൻ ഭക്ഷണം പാകം ചെയ്യുന്നു എന്നാണ്. അപ്പോൾ അവിടെ അന അത്തുബഹു എന്നാണ് എഴുതേണ്ടത്. നെഹ്നു ഞങ്ങൾ എന്നാണ്. അപ്പം നെഹ്നു നെറൂഹു എന്നാണ് പറയുക, നെഹ്നു നെറൂഹു എന്നാണ് വരിക. അൻതും തസ്റഊന എന്നാണ് പറയുക കേട്ടോ, അൻതും തസ്റഊന ഹുവ എൽ അബു. ആ രൂപത്തിലാണ് നിങ്ങളവിടെ ആ ഒരു പട്ടിക പൂർത്തിയാക്കേണ്ടത്. അടുത്ത ചോദ്യം നോക്കൂ, നുക്കമ്മിലുൽ മുക്കാബല നമുക്ക് ഇൻ്റർവ്യൂ പൂർത്തിയാക്കാമെന്നാണ് കേട്ടോ. മുക്കാബല എന്ന് പറഞ്ഞാൽ ഇൻ്റർവ്യൂ എന്നാണ്. ചോദ്യം നോക്കാം. ഷിഹാബ് മുഹന്ദിസുൻ മാഹിറുൻ, ഷിഹാബ് നല്ല കഴിവുള്ളൊരു എൻജിനീയറാണ്. ഉംറുഹു ഹംസത്തും വ ഇഷ്റൂന സന, അവന് 25 വയസ്സാണുള്ളത്. യംലിക്കു മുഅഹില ബക്കാലൂരിയൂസ് മിൻ ഫിൽ ഹന്ദസ മിൻ ജാമിയത്തി കുസാറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും എൻജിനീയറിങ്ങിലുള്ള ഡിഗ്രി അവൻ പൂർത്തിയാക്കിയിട്ടുണ്ട് എന്നാണ്. ഹുവ യഅമലു ഫി ശരിക്കത്തി അംരീക്കിയ ഫിൽ മംലക്കത്തിൽ അറബിയ അസ്സഊദിയ മുൻലു 3 സനവാത്തിൻ, 3 വർഷമായിക്കൊണ്ട് സൗദി അറേബ്യയിലെ അമേരിക്കൻ കമ്പനിയിലാണ് അവൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാണ്. ഹുവ യഅമലു അവൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. ഫി ശരിക്കത്തിൻ അംരീക്കിയത്തിൻ അമേരിക്കൻ കമ്പനിയിൽ, ഫി മംലക്കത്തിൽ അറബിയ അസ്സഊദിയ സൗദി അറേബ്യയിലുള്ളതായ മുൻലു 3 സനവാത്തിൻ 3 വർഷമായിക്കൊണ്ട്. ലാത്തയോമിൻ അങ്ങനെ ഒരു ദിവസം, വജദ ഫിൽ ജരീദത്തി അവൻ പത്രത്തിൽ കണ്ടു, ഇഅലാനൻ ഒരു പരസ്യം കണ്ടു, അൻ വലീഫത്തിൽ മുഹന്ദിസി ഒരു എൻജിനീയറുടെ ജോബിലേക്കുള്ളതായ ഫി ശരിക്കത്തിൻ ഹിന്ദിയത്തിൻ ഒരു ഇന്ത്യൻ കമ്പനിയിലേക്ക്, ഡൽഹിയിലുള്ളതായ ഇന്ത്യൻ കമ്പനിയിലേക്ക് ഒരു എൻജിനീയർ ആവശ്യമുണ്ട് എന്നുള്ള ഒരു ജോലിയുടെ പരസ്യം അവൻ പത്രത്തിൽ കണ്ടു എന്നാണ്. അങ്ങനെ അർസല അവൻ അയച്ചു, സീറത്തുഹു ദാത്തിയ അവൻ്റെ ബയോഡാറ്റ അയച്ചു, ഇലാത്തിൽക്കൽ ശരിക്കത്തി ആ ഒരു കമ്പനിയിലേക്ക്, അബറ ബരീദിൽ ഇലക്ട്രോണിക് ഇമെയിൽ ആയിക്കൊണ്ട് അവൻ്റെ ബയോഡാറ്റ അയച്ചു കൊടുത്തു. അങ്ങനെ വജറത്ത് അൽ മുഖാബല ബൈനഹു വബൈന മുദീരി ഖിസ്മി തൗലീഫി അബറ മുക്കാലമത്തി ഫീദിയോ. അങ്ങനെ ജറത്ത് അൽ മുഖാബല ഇൻ്റർവ്യൂ നടന്നു, ബൈനഹു അവനും ബൈന മുദീർ ഖിസ്മി തൗലീഫി ആ ഒരു ജോലിയുടെ ഡിപ്പാർട്ട്മെൻറ്റിലെ ഡയറക്ടർക്ക് മാനേജറും അവനും തമ്മിലുള്ളതായ ആ ഒരു ഇൻ്റർവ്യൂ നടന്നു എന്നാണ്. അബറ മുക്കാലമത്തി വീഡിയോ കോളിലൂടെയാണ് ആ ഒരു ഇൻ്റർവ്യൂ നടന്നത്. അപ്പോൾ ആ ഒരു ഇൻ്റർവ്യൂ ആണ് നിങ്ങൾ അവിടെ പൂർത്തിയാക്കേണ്ടത്. എങ്ങനെയാണിത് എഴുതേണ്ടതെന്ന് നോക്കാം നമുക്ക്. നോക്കൂ, ഷിഹാബ് സബാഹ് അൽ ഖൈർ അല്ലെ, ഗുഡ് മോർണിംഗ് എന്ന് പറയുന്നുണ്ട്. മുവല്ലഫ് അപ്പോൾ ആ ഒരു ഉദ്യോഗസ്ഥൻ ആ ഒരു ഓഫീസർ എന്തായിരിക്കും പറയുന്നത്? സബാഹന്നൂർ എന്നായിരിക്കും അല്ലേ. സബാഹന്നൂർ തഫല്ലൽ ഇരിക്കൂ അല്ലെങ്കിൽ വരൂ എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പോൾ അവിടെ ഷിഹാബ് ശുക്രൻ താങ്ക് യു എന്നാണ് കേട്ടോ. അപ്പോൾ മുവല്ലഫ് എന്താണ് പറയുന്നത്? അരിഫ് നഫ്സക് നീ നിന്നെ സ്വയം പരിചയപ്പെടുത്തു എന്നാണ്. അരിഫ് നഫ്സക് എന്ന് പറഞ്ഞാൽ അപ്പോൾ എന്തായിരിക്കും ഷിഹാബ് പറയുന്നത്? ഇസ്മി ഷിഹാബ് എന്നായിരിക്കും. അവിടെ നിങ്ങൾ എഴുതേണ്ടത് ഇസ്മി ഷിഹാബ് എന്നോ അല്ലെങ്കിൽ അന ഷിഹാബ് എന്നോ എഴുതാവുന്നതാണ്. വീണ്ടും മുവല്ലഫ് അവിടെ എന്തോ ചോദിക്കുന്നുണ്ട്, അതിന് പറയുന്ന മറുപടി എന്താണ്? ഹംസത്തും വ ഇഷ്റൂൻ എന്നാണ് അല്ലേ, 25 എന്നാണ്. അപ്പോൾ എന്തായിരിക്കും അവിടെ ചോദിക്കുന്നത്? മാ ഉംറുഖ് എന്നാണ് ചോദിക്കുന്നത്, നിൻ്റെ വയസ്സ് എത്രയാണ്? മാ ഉംറുഖ് എന്നാണ് നിങ്ങൾ അവിടെ എഴുതേണ്ടത്. അപ്പോൾ അവിടെ ഷിഹാബ് പറയുന്ന മറുപടി ആയിരിക്കും എന്ത്? ഹംസത്തും വ ഇഷ്റൂൻ 25 വയസ്സ് എന്നുള്ളത്. വീണ്ടും ഒരു ഓഫീസർ ചോദിക്കുകയാണ്, മമാ മുഅഹിലാത്ത് എന്ന് പറഞ്ഞാൽ ക്വാളിഫിക്കേഷൻസ് എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ എന്താണ് അവിടെ ഷിഹാബ് പറയുന്ന മറുപടി എന്തായിരിക്കും? നമ്മൾ ആ ഒരു നേരത്തെ പറഞ്ഞ ചോദ്യത്തിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു, അവന് എൻജിനീയറിങ്ങിൽ ഡിഗ്രി ഉണ്ട് എന്നാണ് അല്ലേ. അപ്പോൾ അവിടെ ഷിഹാബ് പറയുന്ന മറുപടി അൽ ബക്കാലൂരിയൂസ് ഫിൽ ഹന്ദസ എന്നായിരിക്കും.
എന്താണ് അവിടെ എഴുതേണ്ടത്? അൽ ബക്കാലൂരിയൂസ് ഫിൽ ഹന്തസ എന്നാണ് അവിടെ എഴുതേണ്ടത്. വീണ്ടും ഓഫീസർ എന്തോ ചോദിക്കുന്നുണ്ട്. അതിന് പറയുന്ന മറുപടി എന്താണ്? നാം ലീ ഖിബ്റത്ത് സലാസി സനവാത്തിൻ, എനിക്ക് 3 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് എന്നാണ് മറുപടിയായിട്ട് പറയുന്നത്. അപ്പോൾ എന്തായിരിക്കും ചോദിക്കുന്നത്? നിനക്ക് എക്സ്പീരിയൻസ് ഉണ്ടോ എന്നായിരിക്കും ചോദിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് നമ്മളത് എഴുതുക? ഹല്ലക ഖിബ്റത്തുൻ എന്നാണ് കേട്ടോ. ഹല്ലക ഖിബ്റത്തുൻ എന്നാണ്. അപ്പം ഷിയാബ് പറയുന്ന മറുപടിയാണ് എന്ത്? നഅം, അതെ. ലീ ഖിബ്റത്തു സലാസി സനവാത്തിൻ, എനിക്ക് 3 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് എന്നാണ്. അപ്പോൾ മുവല്ലഫ്, ആ ഒരു ഓഫീസർ പറയുന്നത് എന്താണ്? സനത്തസിലു ബിക ലാഹിക്കൻ, ഞങ്ങൾ നിന്നോട് കോണ്ടാക്ട് ചെയ്തു കൊള്ളാം എന്നാണ് കേട്ടോ. അപ്പോൾ വീണ്ടും ഷിഹാബ് ശുക്രൻ, താങ്ക് യു എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു രൂപത്തിലാണ് നിങ്ങൾ ആ ഒരു മുക്കാബല പൂർത്തിയാക്കേണ്ടത്. 6ാമത്തെ ചോദ്യം നോക്കൂ. നുതർജിമുൽ ജുമല താലിയ ഇലൽ ഇൻജിലീസിയ, താഴെ കൊടുത്തിട്ടുള്ളതായ ആ ഒരു സെൻറ്റൻസുകളെ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുവാനാണ്. 1ാമത്തത് കൊടുത്തിട്ടുള്ളത് അന അംരീക്കിയുൻ എന്നാണ് അല്ലേ, ഞാൻ അമേരിക്കക്കാരനാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടത്? ഐ ആം അമേരിക്കൻ എന്നാണ്. ഇനി മ ഉംറുഖ്, നിൻ്റെ വയസ്സ് എത്രയാണ് എന്നാണ്. ഹൗ ഓൾഡ് ആർ യു എന്നാണ് ചോദിക്കുക. മ ഉംറുഖ് എന്നുള്ളത് ഹൗ ഓൾഡ് ആർ യു എന്നാണ്. 3ാമത്തത് സഅത്തസിലു ബിക ഓദൻ, നാളെ നിന്നോട് ഞാൻ കോണ്ടാക്ട് ചെയ്തോളാം, നാളെ നീയുമായിട്ട് ബന്ധപ്പെട്ടുകൊള്ളാം എന്നാണ്. ഐ വിൽ കോൾ യു ടുമോറോ എന്നാണ് അത് നിങ്ങൾ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടത് അല്ലേ. കുറച്ച് പ്രയാസപ്പെട്ടിട്ടുണ്ടാവും ചില കുട്ടികൾക്കൊക്കെ എന്നാണ് ടീച്ചർക്ക് തോന്നുന്നത് അല്ലേ. ഐ വിൽ കോൾ യു ടുമോറോ എന്നാണ് അത് നിങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടത് കേട്ടോ. ഈ അതിൽ തന്നെ ബാ ആയിട്ട് കൊടുത്തിട്ടുള്ള ചോദ്യമാണ് നമ്മൾ നോക്കുന്നത്. നെഹ്താറുൽ ഔഫക വനിക്തുബ് ഇസ്മഹ, നെഹ്താറുൽ ഔഫക, യോജിച്ചത് നമുക്ക് തിരഞ്ഞെടുക്കാം എന്നാണ്. എന്നിട്ട് അതിൻ്റെ പേര്, അതിൻ്റെ നെയിം അവിടെ എഴുതുവാനാണ് കേട്ടോ. അന്നജാറു യസ്തഖ്ദിമു ഡേഷ്, അന്നജാറു കാർപ്പൻ്റർ അല്ലെ, ആശാരി ഉപയോഗിക്കുന്നത് എന്താണ് എന്നാണ്. അവിടെ നമുക്ക് 3 ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിലേതാണ് ആശാരി ഉപയോഗിക്കുന്നത് എന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്ത് എഴുതുവാനാണ്. ഒന്ന് സ്റ്റെതസ്കോപ്പാണ് കൊടുത്തിട്ടുള്ളത്, പിന്നെ ചുറ്റിക കൊടുത്തിട്ടുണ്ട്, പിന്നെ ഒരു കൊട്ട, ഒരു ബാസ്ക്കറ്റും കൂടെ കൊടുത്തിട്ടുണ്ട് അല്ലേ. അതിലേതാണ് അവിടെ ശരിയുത്തരമായിട്ട് വരുന്നത്? ഷൂക്കയാണ് അല്ലേ, ഷൂക്കത്ത് എന്നാണ് അവിടെ നിങ്ങൾ എഴുതേണ്ടത്. ഇനി 2ാമത് നോക്കൂ. അൽ മുസമ്മിമു യസ്തഖ്ദിമു, ഒരു ഡിസൈനർ ഉപയോഗിക്കുന്നത് അതിലേതാണ് എന്നാണ്. ഏതാണ് ഡിസൈനർ ഉപയോഗിക്കുന്നത്? അതിൽ ഹാസൂബാണ്, കമ്പ്യൂട്ടറാണ് ഒരു ഡിസൈനർ ഉപയോഗിക്കുന്നത്. അപ്പോൾ നിങ്ങൾ അവിടെ എഴുതേണ്ടത് അൽ മുസമ്മിമു യസ്തഖ്ദിമു അൽ ഹാസൂബ് എന്നാണ് അവിടെ എഴുതേണ്ടത്. മക്കളെ, അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് നമുക്കിതിൽ വന്നിട്ടുള്ളത്. അപ്പോൾ വലിയൊരു പ്രയാസകരമില്ലാത്തൊരു പരീക്ഷ ആയിരുന്നു എന്നാണ് ടീച്ചർക്ക് തോന്നുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം എന്നും അതോടൊപ്പം തന്നെ എത്ര മാർക്കാണ് എല്ലാവർക്കും ലഭിച്ചിട്ടുള്ളത് എന്നൊക്കെ ഒന്ന് താഴെ കമൻ്റ് ആയിട്ട് അറിയിക്കുക കേട്ടോ. അതോടൊപ്പം തന്നെ ടീച്ചറുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുതേ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.